ഇന്ന് രാവിലെ ട്രൂത്ത് സോഷ്യലിൽ നമ്മുടെ ഡൊണാൾഡ് ട്രംപ് യുദ്ധം നിർത്തിവെക്കാൻ കാരണം മിഡിൽ ഈസ്റ്റ് രാജാക്കന്മാർ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായ ക്ലോസ് അലൈസായ വമ്പന്മാരായ ആളുകൾ പറഞ്ഞതുകൊണ്ടാണ് ഇനി യുദ്ധത്തിനൊരു താൽക്കാലിക വിരാമം നൽകിയിരിക്കുന്നതെന്നും എന്ന് വിചാരിച്ച് നിർത്തിയിട്ടില്ലെന്നും അടിക്കാൻ ഏത് നിമിഷവും തയ്യാറാണെന്നും അടിക്കാൻ ഉണ്ടാക്കട എന്ന് അവരോട് പറഞ്ഞിട്ടുണ്ടെന്നും ഒക്കെയാണ് പറയുന്നതെങ്കിലും വളരെ നിർലോഭമായ കണ്ടീഷനുകളോടെ അമേരിക്ക ഇത് അവസാനിപ്പിക്കാൻ തയ്യാറായി നിൽക്കുകയാണെന്നാണ് ലോകത്തിലെ പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. ഉപരോധം പൂർണ്ണമായി ഒഴിവാക്കാതെ അതിൽ ഒരുപാട് ഇളവുകൾ നൽകാമെന്നും സാമ്പത്തിക ഉപരോധത്തിലൂടെ പല രാജ്യങ്ങളിൽ തടഞ്ഞു വച്ചിരിക്കുന്ന തുകകൾ റിലീസ് ചെയ്യാൻ തയ്യാറാണെന്നും ഏതാണ്ട് അമേരിക്ക ഇറാനോട് സമ്മതിച്ചിട്ടുണ്ടത്രേ. അത് രണ്ടുമായാൽ തന്നെ ഇറാൻ നേരിടുന്ന ഏറ്റവും കടുത്ത പ്രതിസന്ധിക്ക് ഒരു വലിയ അളവ് വരെ പരിഹാരമാകുന്നതുമാണ്. ഏതായാലും അക്കാര്യത്തിൽ ഉടൻ തീരുമാനം വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂക്ലിയർ വെപ്പൺസ് എന്ന് പറയുന്ന ഒരൊറ്റ പോയിന്റിലേക്കാണ് ഇപ്പോൾ അമേരിക്ക ഈ ചർച്ചയെ കൊണ്ടുവന്നിരിക്കുന്നത്. ആ വിഷയത്തിൽ ഇറാനും ഏതാണ്ട് വഴങ്ങാൻ നേരത്തെ തന്നെ തയ്യാറായതാണ്. യുദ്ധത്തിന് മുമ്പേ ഇറാൻ അതിൽ സമ്മതിച്ചതാണ്. അതായത് ന്യൂക്ലിയർ ഡീലിനെ സംബന്ധിച്ച് നമുക്ക് വിശദമായ ചർച്ചയാവാം, അത് ഞങ്ങൾ ചെയ്യുന്നത് ലോക സമൂഹത്തിൻ്റെ അനുവാദത്തോടു കൂടിയേ ആകൂ എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് ഒരു അമിക്കബിൾ ഡിസ്കഷൻസ് ഒക്കെ നടന്നു പോയപ്പോഴാണ് റെജിം ചേഞ്ചിന് വേണ്ടി, എല്ലാം പിടിച്ചെടുക്കാൻ വേണ്ടി, ഇറാനെ തുടച്ചു കളയാൻ വേണ്ടി എല്ലാം ഈ യുദ്ധം തുടങ്ങിയത്. അവസാനം ചിലയിടത്ത് അടിക്കാൻ പോയി, കയ്യിലിരുന്നതും പോയി, 4 അണയും പോയി, തുണിയും പോയി, നിക്കറും കീറിയെന്ന് പറഞ്ഞ അവസ്ഥയിലേക്കാണ് എത്തിച്ചേർന്നത്. അന്ന് തുറന്നു കിടന്ന സ്ട്രെയ്റ്റ് ഓഫ് ഹോർമിസ് തുറക്കുന്നതിനാണ് ഇപ്പോൾ ഇറാനുമായി വാഗ്വാദത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇറാൻ പറയുന്നത് ഇത് ഞങ്ങൾക്കും ഒമാനും അവകാശപ്പെട്ടതാണ്, അത് മര്യാദയ്ക്ക് എങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നു എന്നുള്ളതിന് ഞങ്ങളൊരു ധാരണയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഇളവ് ചെയ്തു കൊടുത്താൽ ആശാൻ പറയുന്ന 2 കാര്യങ്ങൾ: ഒന്ന്, ഉപരോധത്തിൽ ഇളവ് വരുത്താം. ആ ഉപരോധത്തിലുള്ള ഇളവ് എണ്ണ വിൽപ്പനയ്ക്കുള്ള അനുവാദമാണെങ്കിൽ അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ്. കാരണം നമ്മളൊക്കെ ഉദ്ദേശിക്കുന്നതിനാൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഇറാൻ. ഏതാണ്ട് ഒരു 10-40 കൊല്ലമായി ഉപരോധത്തിൽ കഴിയുന്ന ഒരു രാജ്യത്തിൻ്റെ സ്ഥിതിയൊന്ന് ആലോചിച്ച് നോക്കിയേ. എങ്ങാണ്ടൊരു യുദ്ധം നടന്നപ്പോൾ ഇവിടെ വില കൂടിയത് കണ്ട് ഇവിടുത്തെ ജീവിതം എങ്ങനെ താറുമാറായി. അപ്പം 45 വർഷം ഉപരോധിക്കപ്പെടുന്ന ഒരു രാജ്യത്തിൻ്റെ അവസ്ഥ എന്താണ്? അതിൽ ഭാഗികമായ ഇളവ് എന്നുദ്ദേശിക്കുന്നത് യുദ്ധസാമഗ്രികൾ വാങ്ങുന്നതിനൊക്കെയുള്ള നിരോധനം നിലനിർത്തിക്കൊണ്ട് ബാക്കി കാര്യങ്ങളിൽ അമേരിക്ക വഴങ്ങാം എന്നറിയിച്ചിട്ടുള്ളതായിട്ടാണ് മാധ്യമങ്ങൾ പറയുന്നത്. രണ്ടാമതായി, US സാങ്ഷൻസിൽ പെട്ടുകിടക്കുന്ന ഇറാൻ്റെ സാമ്പത്തിക റിസർവുകൾ, അവർ പല രാജ്യങ്ങളുമായി നടത്തിയിരുന്ന ഇടപാടുകൾ, പല ബാങ്കുകളിൽ നിക്ഷേപിച്ചിട്ടുള്ള തുകകൾ, ഇതൊന്നും വിഡ്രോ ചെയ്യാൻ കഴിയാതെ എല്ലാം ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അതിലും ഇളവ് അനുവദിക്കാമെന്നാണ് ട്രംപ് മച്ചമ്പി പറയുന്നത്. ചുരുക്കത്തിൽ പണ്ടേ സമ്മതിച്ച ആ ന്യൂക്ലിയർ പോളിസി സമ്മതിച്ചു, അല്ലെങ്കിൽ അത് ഞങ്ങൾ സാധിച്ചു എന്ന് പറയുന്ന ഒരു ഉറപ്പുണ്ടാക്കി ബാക്കി ഒത്തിരി ഇളവുകൾ അങ്ങോട്ട് കൊടുക്കാൻ പോവാണ്. എന്ന് വെച്ചാൽ പിടിച്ച് ഞാനവൻ എന്നെ കെട്ടി, കൊടുത്ത് ഞാനവൻ എനിക്ക് 2 എന്ന് പറഞ്ഞ സ്ഥിതിയിലാണ് യുദ്ധം അവസാനിക്കാൻ പോകുന്നതെന്നാണ് എല്ലാവരും പറയുന്നത്. ഇനി അടിക്കാൻ ഒരു താല്പര്യവും ഇല്ല. ഇനി അവിടെ ഒരു യുദ്ധം ഈ ട്രംപ് ഇരിക്കുമ്പോൾ ഒരിക്കലും അവിടെ നടക്കുകയുമില്ല. അതിന് ഓരോ കാരണങ്ങൾ ട്രംപ് പറഞ്ഞു വെക്കും. ഒരു തവണ പാകിസ്ഥാനെ പറയും, പിന്നെ 2-3 ഗൾഫ് രാജ്യങ്ങളെ പറയും. ഇനി ആരും പറയാതെ സ്വപ്നം കണ്ടു, സാക്ഷാൽ ജീസസ് ക്രൈസ്റ്റ് വന്ന് എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞു അടി നിർത്തും. എന്നിട്ട് വഴങ്ങുകയും ചെയ്യും.